കൃഷ്ണഗാഥ. കൃഷ്ണയ്ക്ക് കൃഷ്ണയെന്നു പേരിട്ടത് അയാളായിരുന്നു. 12 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു കുഞ്ഞുണ്ടാകുന്നു എന്നറിഞ്ഞപ്പോൾ മുതൽ അയാൾ പേരുകൾ ഓർത്തെടുക്കാൻ തുടങ്ങിയതാണ്. ആൺകുട്ടിയെങ്കിൽ ഉണ്ണികൃഷ്ണൻ, ലീല നേരത്തെ തന്നെ പറഞ്ഞു. പെൺകുട്ടിയെങ്കിൽ കൃഷ്ണ, അയാളും പറഞ്ഞു. കുട്ടിക്കാലത്ത് കൃഷ്ണയുടെ മുടി നെറുകയിൽ കൂട്ടിക്കെട്ടി മയിൽപ്പീലി കുത്തിക്കൊടുക്കുക പോലും ചെയ്യാറുണ്ടായിരുന്നു ലീല. അതൊക്കെ ഓർമ്മ വന്നപ്പോൾ വലിച്ചെറിയപ്പെട്ട മൺകുടം പോലെ അയാളുടെ ഹൃദയം നുറുങ്ങി. അയാൾക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അയാൾക്ക് നാരായണൻകുട്ടിയുടെ വാക്കുകൾ ഓർമ്മ വന്നു. ആത്മഹത്യ ഒരു വികാരമാണ്, കാമം പോലെ ഒരു വികാരം. കുന്നിൻ മുകളിൽ ചരിച്ചു കിട്ടിയ പടിക്കെട്ടിലിരുന്ന് ബ്രാൻഡിക്കുപ്പിയും ഉറഞ്ഞു തുടങ്ങിയ പച്ചവെള്ളവുമായി നാരായണൻകുട്ടി പങ്കുവെച്ച അസംഖ്യ വാചകങ്ങളിലൊന്ന്. ഏട്ടാ, ഒന്ന് ചിന്തിച്ചു നോക്ക്. വാസ്തവത്തിൽ ഒരുതരം നിർവ്വാണത്തിന് വേണ്ടിയുള്ള ആസക്തിയല്ലേ ആത്മഹത്യ? കാമത്തിൻ്റെ പാരമ്യത്തിൽ രതിമൂർച്ചയിൽ സംഭവിക്കുന്നത് അതുതന്നെയല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, ആത്മഹത്യ ഒരുതരം സെക്സാണ്, അല്ലെങ്കിൽ സെക്സ് ഒരുതരം ആത്മഹത്യയാണ്. അന്ന് അത് കേട്ട് മതിപ്പോടെ തല കുലുക്കിയത് അയാൾ ഓർത്തു. ഓർമ്മയുടെ ക്രൂരതയിൽ അയാൾക്ക് ശ്വാസം മുട്ടി. അസ്വസ്ഥത മാറ്റാൻ അയാൾ ചാരുകസേരയിലേക്ക് ഒന്നുകൂടി ചാഞ്ഞു. ആ കിടപ്പിൽ കൃഷ്ണയുടെ പഠനമുറി കാണാമായിരുന്നു. മേശമേലുള്ള പുസ്തകങ്ങൾ, താഴെ തുറന്നു കിടക്കുന്ന സ്കൂൾ ബാഗ്, അതിൽ നിന്ന് കുടഞ്ഞിട്ട അഴുക്ക് വസ്ത്രങ്ങൾ, ഒരു നീണ്ട യാത്രയുടെ വിഴുപ്പ്. താഴ്വരയിൽ തമിഴൻ ശെൽവൻ്റെ ചെറിയ പലചരക്കടയിൽ വെച്ചാണ് അയാൾ നാരായണൻകുട്ടിയെ പരിചയപ്പെട്ടത്. തെക്കുന്നു വന്ന മാസ്റ്റർ, ശെൽവൻ പറഞ്ഞു. സാർ നോക്കിക്കോ. മലയാളത്തിൽ കാണുന്നതും നോക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ശെൽവൻ മനസ്സിലാക്കിയിട്ടില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് അയാൾ ചിരിച്ചതേ ഉള്ളൂ. നോട്ടവും കാഴ്ചയും തമ്മിൽ പൊരുത്തപ്പെടണമെന്നില്ല അണ്ണാച്ചി. പ്ലാസ്റ്റിക് കാറുകളുടെ വട്ടങ്ങളിൽ നിന്ന് താഴേക്ക് നീളുന്ന തുമ്പുകൾക്കിടയിലൂടെ അല്പാൽപ്പം കഷൻ്റെ കയറി തുടങ്ങിയ തല നീട്ടി അപ്പോൾ നാരായണൻകുട്ടി ചിരിച്ചു. നോക്കുന്നത് കാണണമെന്നില്ല, കാണുന്നത് നോക്കിയതാകണമെന്നുമില്ല. പാവം ശെൽവൻ, അയാൾ പറഞ്ഞു. മാഷ് അയാളെ വിഷമിപ്പിക്കാതെ. കയറുകളുടെയും കായസഞ്ചികളുടെയും മറവിൽ നിന്ന് നീല പാൻസിൻ്റെ പോക്കറ്റിൽ ഇടത് കൈ മറച്ചു പിടിച്ച് നാരായണൻകുട്ടി അരികിലേക്ക് വന്നു. ഞാൻ നാരായണൻകുട്ടി, ഇവിടെ കോൺവെൻറ്റിൽ മലയാളം പഠിപ്പിക്കുന്നു. എൻ്റെ മകളും ആ സ്കൂളിൽ തന്നെയാണ്, 8ാം ക്ലാസ്സിൽ, അയാൾ പറഞ്ഞു. ഓ, നന്നായി, നാരായണൻകുട്ടി ചിരിച്ചു. എനിക്കും ഒരു മകളാണ്. അവളെ ഊട്ടിയിൽ വിട്ട് പഠിപ്പിക്കണമെന്ന ആശയും കാശില്ലാത്ത കേശയുമായി ഞാൻ ഈ മലമ്പ്രദേശത്ത്. നന്നായി വെളുത്ത് അല്പം തടിച്ച് വീതിയേറിയ നെറ്റിയും കട്ട മീശയുമുള്ള നാരായണൻകുട്ടിയെ ഇഷ്ടപ്പെടാതിരിക്കാൻ ആർക്കും എളുപ്പമായിരുന്നില്ല. അതുകൊണ്ട് ആ ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ അവർ കൂട്ടുകാരായി. ആ ആദ്യ വൈകുന്നേരം തന്നെ അയാൾ നാരായണൻകുട്ടിയെ തൻ്റെ കുന്നിൻമുകളിലെ ചെറിയ വീട്ടിലേക്ക് വിളിക്കുകയും ചെയ്തു. ഇടത് കൈ സദാ പാൻസിൻ്റെ പോക്കറ്റിൽ തിരുകി പ്രത്യേക സ്റ്റൈലോടെ നാരായണൻകുട്ടി കേൾവിക്കാരനായി ഒപ്പം നടന്നു. കുഞ്ഞിക്കാല് കാണാതിരുന്ന വർഷങ്ങൾ, പിന്നെ ഗുരുവായൂരിലെ ഭജനകൾ, ശയനപ്രദക്ഷിണങ്ങൾ, പിടിപ്പണം നേർച്ചകൾ, കാത്തുകാത്തിരുന്ന കൈകളിലേക്ക് ബുദ്ധിക്ക് ചെറിയൊരു തളർച്ചയുള്ള കുഞ്ഞിനെ തന്ന കണ്ണൻ്റെ വികൃതി. അത്രയൊക്കെ ഓർത്തപ്പോൾ അയാൾക്ക് എന്തുകൊണ്ടോ വല്ലാത്ത സങ്കടം വന്നു. ഒന്നും മറക്കാനില്ലെന്നതുപോലെ അടിവസ്ത്രങ്ങൾ പോലും അലക്ഷ്യമായിട്ടിരിക്കുന്ന വിഴുപ്പ് കൂനയിലേക്ക് അയാളുടെ നോട്ടം പിന്നെയും വീണു. വിയർപ്പിൻ്റെ പച്ചവട്ടങ്ങൾ വെളിപ്പെടുത്തുന്ന കൈകൾ നീട്ടി നിരാലംബമായി കിടന്ന ഒരു കടുംമഞ്ഞ ടീഷർട്ടായിരുന്നു ഏറ്റവും മുകളിൽ. അത് കൃഷ്ണയ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ട വേഷമായിരുന്നു. അതിൻ്റെ ഒപ്പം അവൾ അണിയാറുള്ള കറുത്ത സ്കർട്ട് ഒറ്റ നോട്ടത്തിൽ കണ്ടില്ല. അതെവിടെ പോയെന്ന് ചിന്തിക്കാൻ അയാൾക്ക് ധൈര്യവും ഉണ്ടായില്ല. കൃഷ്ണയ്ക്ക് തീരെ ചെറുപ്പത്തിൽ അതേ മഞ്ഞ നിറമുള്ള ഒരു കുഞ്ഞുടുപ്പുണ്ടായിരുന്നു. അവളുടെ എല്ലാ ഉടുപ്പുകളും അയാൾക്ക് ഓർമ്മയുണ്ടായിരുന്നു. കാരണം അവൾക്ക് ഉടുപ്പുകൾ വാങ്ങുന്നതായിരുന്നു എക്കാലത്തും അയാളുടെ സന്തോഷം. പ്രസവത്തിന് നാട്ടിൽ നിന്ന് വരാൻ ആരും ഉണ്ടായിരുന്നില്ല. ലീലയ്ക്ക് അമ്മയില്ലാത്തത് കൊണ്ടും അയാളുടെ അമ്മ പെങ്ങളുടെ പ്രസവമെടുക്കാൻ പോയതുകൊണ്ടും അവർ തനിച്ചായി പോയിരുന്നു. അന്ന് കുഞ്ഞിൻ്റെ അഴുക്കുതുണികളൊക്കെ കഴുകിയിട്ടിരുന്നത് അയാളാണ്. ഡെറ്റോൾ കലർത്തിയ ബക്കറ്റിൽ ഇട്ടുവെച്ച അഴുക്കുതുണികൾ ഒന്നൊന്നായി സോപ്പ് വെള്ളത്തിൽ കഴുകി നന്നായി തിരുമ്പിയുരച്ച് വിരിച്ചിടുമ്പോൾ അയാൾ അച്ഛനായിരുന്നില്ല, അമ്മ തന്നെയായിരുന്നു. കൺമുന്നിൽ വെല്ലുവിളിക്കുന്ന ആ വെളുപ്പ് കൂനയും അങ്ങനെ തിരുമ്പി വെളുപ്പിക്കാൻ അയാൾക്ക് ഒരുതരം വെമ്പൽ അനുഭവപ്പെട്ടു. പുറത്ത് തളത്തിൽ ആൾത്തിറക്കായിരുന്നു. അകത്തളത്തിൻ്റെ വശത്തെ ജനാലയുടെ നോക്കുമ്പോൾ പടിക്കെട്ടിനോട് ചേർന്ന ചെറിയ അലങ്കാര മതിലകത്തിനകത്ത് മണൽ വിരിച്ച ചെറിയ മുറ്റം ബലാത്സംഗം ചെയ്യപ്പെട്ടതുപോലെ തോന്നി. ഒരുപാട് പേർ കയറിയിറങ്ങിയതിൻ്റെ അടയാളങ്ങൾ, പോലീസ് ബൂട്ടുകളുടെ ആഴത്തിൽ പതിഞ്ഞ പാടുകൾ, തുകൽ ചെരുപ്പുകളുടെ തെങ്ങോല പോലത്തെ ചരിഞ്ഞ പാടുകൾ, റബ്ബർ ചെരുപ്പുകളുടെ അലസമായ ഉരഞ്ഞ പാടുകൾ, ഇടയിൽ കാഴ്ചയുടെ കൗതുകത്തിന് വേണ്ടി എത്തിയ ചെരുപ്പിടാത്ത കാലുകളുടെ വിരൽ അടയാളങ്ങളും. ഓരോ കാൽപ്പാടും ഹൃദയത്തിൻ്റെ പത്തികളിൽ ക്രൂരമായ കുസൃതിയോടെ വീണ്ടും വീണ്ടും നൃത്തം ചെയ്തു. അയാൾ തളരുക തന്നെയായിരുന്നു. സർവം കൃഷ്ണമയം. വീട്ടിലെത്തിയ ആ ആദ്യത്തെ ദിവസം നാരായണൻകുട്ടി വിലയിരുത്തിയത് അയാൾ ഓർത്തു. സ്വീകരണ മുറിയിൽ ലീല ശേഖരിച്ചു വെച്ചിരുന്ന കൃഷ്ണപ്രതിമകളും ഭിത്തിയിലെ മയിൽപ്പീലി കൊണ്ടുള്ള അലങ്കാരങ്ങളും നോക്കിക്കാണുകയായിരുന്നു നാരായണൻകുട്ടി.
കൃഷ്ണ ചായയുമായി വന്നപ്പോൾ നാരായണൻകുട്ടി അമ്പരന്നതുപോലെ നോക്കിയതും അയാൾക്ക് ഓർമ്മ വന്നു. ഇതാണല്ലേ ഈ വൃന്ദാവനത്തിലെ കൃഷ്ണൻ? ആ ശബ്ദത്തിൽ അന്നു വാത്സല്യം തുളുമ്പി നിന്നു. മോൾക്ക് അങ്കിൾ കൃഷ്ണഗാഥ പഠിപ്പിച്ചു തരട്ടെ? അയ്യോ ചതിക്കല്ലേ. കൃഷ്ണ കടന്നു പോയപ്പോൾ അയാൾ പറഞ്ഞു. കഥ കേട്ട് അവൾ വല്ല മൺകുടം ഉടയ്ക്കുകയോ വെണ്ണ കട്ട് തിന്നുകയോ ചെയ്താൽ ഇവിടുത്തെ യശോദയ്ക്ക് ക്ഷമ വളരെ കുറവാണ്. കൃഷ്ണഗാഥ പഠിച്ചാൽ നാരായണൻകുട്ടി പ്രലോഭിപ്പിച്ചു. കൃഷ്ണനെ സ്നേഹിക്കാനേ കഴിയൂ. അയാൾക്ക് ചിരി വന്നു. അതെ അതെ, 16,008 പലച്ച കക്ഷിയല്ലേ. പിന്നെ വൃന്ദാവനം, രാസക്രീഡ. നാരായണൻകുട്ടി ഗൗരവം പൂണ്ടു. വൃന്ദാവനം കേവലം ഒരു ഉദ്യാനമല്ല, ഭക്തിയുടെ പരമകാഷ്ഠയാണ്. രാസക്രീഡ കേവലം രതികേളിയൽ അല്ല, മറിച്ച് പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള സംയോഗത്തിൻ്റെ യഥാർത്ഥമായ വർണ്ണനയാണ്. സത്യത്തിൽ ആരും കൃഷ്ണനെ മനസ്സിലാക്കിയിട്ടില്ല. നാരായണൻകുട്ടി ഒന്നും നിർത്തി. കൃഷ്ണനെ മാത്രമല്ല, രാധയെയും. ആരായിരുന്നു രാധ? എ റിയൽ ഫ്ലാറ്റ്. അല്ലെങ്കിൽ ഭർത്താവും കുട്ടികളുമുള്ള ഒരു സ്ത്രീ എന്തിന് 8 വയസ്സുള്ള ബാലനെ വശീകരിച്ചു? രാജാവിൻ്റെ മകനെ സ്വകാര്യ ലാഭങ്ങൾക്കായി വശീകരിച്ച ഒരു ചപലയാണ് രാധയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓവോ! നാരായണൻകുട്ടി ഉശിരോടെ വാദിക്കുന്നത് അയാൾ കൗതുകത്തോടെ നിരീക്ഷിച്ചു. അഷ്ടപതിയിൽ ജയദേവൻ എഴുതിയത് എന്താണെന്ന് ഏട്ടൻ അറിയുമോ? നാരായണൻകുട്ടി മുടങ്ങുന്ന സ്വരത്തിൽ ചൊല്ലിത്തുടങ്ങുകയായിരുന്നു. മേഘേർ മേതുരം അമ്പരം. യമുനാ തീരത്ത് നന്ദഗോപർ ദേവീപൂജ നടക്കുന്നു. ബാലനായ കൃഷ്ണനെയും കൊണ്ട് ഭർത്തുമതിയായ രാധ എത്തുമ്പോൾ നന്ദഗോപർ അവളോട് ആവശ്യപ്പെടുകയാണ്. രാധേ, നേരം ഇരുട്ടിയല്ലോ, മഴ വരുന്നുണ്ട്. പൂജ തീരാൻ രാവേറെ വൈകുമെന്നതിനാൽ നീ ഇവനെ വീട്ടിൽ കൊണ്ടുപോയി വിടുക. അങ്ങനെ നന്ദഗോപ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിച്ചവരായ രാധയും കൃഷ്ണനും വഴിമര ചുവട്ടുകളിലും വള്ളിക്കുടികളിലും നടത്തിയ കേളികൾ വർണ്ണിച്ചുകൊണ്ടാണ് അഷ്ടപതിയുടെ തുടക്കം. സാഹിത്യം പഠിച്ച അയാൾക്ക് ഒക്കെ കേട്ടിരിക്കാൻ രസം തോന്നി. ആ ദിവസം നാരായണൻകുട്ടി പിന്നെയും ഏറെ നേരം സംസാരിച്ചിരുന്നു. രാത്രി കഞ്ഞിയും പയറുതോരനും കൊടുത്ത് ലോഡ്ജിലേക്കുള്ള ഷോർട്ട് കട്ട് തുടങ്ങുന്നിടം വരെ അനുയാത്ര ചെയ്താണ് അയാൾ അന്ന് നാരായണൻകുട്ടിയുമായി പിരിഞ്ഞത്. വേദനിപ്പിക്കുന്ന ഓർമ്മകൾ പോലെ കാർബൺ ഡയോക്സൈഡ് തൻ്റെ ശ്വാസകോശങ്ങളിൽ നിറയുകയാണെന്ന് അയാൾക്ക് തോന്നി. വലിവിൻ്റെ മുഖവുമുരയുമായി ശ്വാസമുട്ടൽ ശക്തിയാർജിക്കുകയായിരുന്നു. ഇനി ഏത് നിമിഷവും അത് ആസ്മയായി വളരാമെന്ന് അയാൾക്ക് തോന്നി. തണുപ്പ് കൂടുമ്പോഴൊക്കെ അയാൾക്ക് ആസ്മ വരാറുണ്ടായിരുന്നു. ആസ്മ വന്നാൽ അയാൾക്ക് സംസാരിക്കാൻ കഴിയില്ല. അപ്പോൾ കൃഷ്ണ വാശിക്കാരിയാവും. അച്ഛൻ ഉറക്കണം, കുഞ്ഞുവാവയായിട്ട് ഉറക്കണം. ചാരുകസേരയിൽ ചാഞ്ഞു കിടന്ന് ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടിയാലും അയാൾ അവളെ തുമ്മലിട്ട് താളം കൊട്ടും. നെഞ്ചിൽ തല ചായച്ച് മിണ്ടാതെ കിടന്നിട്ട് അവൾ ചോദിക്കും, എന്താച്ചാ ശബ്ദം? എന്ത് ശബ്ദം? വലിച്ചുകൊണ്ട് അയാൾ അന്വേഷിക്കും. മൂളുന്നത് പോലെ. അവൾ തിളങ്ങുന്ന പളുങ്കുമണികളിൽ കപട സംശയമായി തലയുയർത്തും. അയാൾ അവളെ വാത്സല്യത്തോടെ ചേർത്തണച്ച് വീണ്ടും താളം കൊട്ടും. അത് ഓടക്കുഴൽ മൂളുന്ന ഒച്ചയല്ലേ? ആര്? എൻ്റെ കൃഷ്ണൻ. അയാൾ കുഞ്ചിക്കുന്നു. ആരാ അച്ഛൻ്റെ കൃഷ്ണൻ? അപ്പോൾ മുഖമുയർത്തി അവൾ ചിരിക്കുന്ന ചിരി കാണാൻ എത്ര ശ്വാസം മുട്ടാനും അയാൾക്ക് വിഷമം ഉണ്ടായിരുന്നില്ല. അതോർത്തപ്പോൾ ഇപ്പോൾ അയാൾക്ക് ചെറുതായി കരച്ചിൽ വന്നു. നാരായണൻകുട്ടി എങ്ങനെയാണ് കൃഷ്ണയ്ക്ക് ട്യൂഷൻ എടുക്കാൻ തുടങ്ങിയതെന്ന് അയാൾ എത്ര ശ്രമിച്ചിട്ടും ഓർമ്മ വന്നില്ല. ബാങ്ക് വിട്ടു വരുമ്പോൾ പൂതപ്പാട്ടിൻ്റെയും കൊച്ചു സീതയുടെയും മീരടികൾ കേട്ടുകൊണ്ട് പടിക്കെട്ടുകൾ കയറിയ സുഖമുള്ള സായാഹ്നങ്ങൾ മാത്രം ഒന്നൊന്നായി മനസ്സിൽ വീണ്ടും തെളിഞ്ഞു വന്നു. നാരായണൻകുട്ടി നന്നായി പഠിപ്പിക്കുന്നുണ്ട്, ലീല പറഞ്ഞിരുന്നു. അങ്ങേർക്ക് അറിയാത്തതൊന്നുമില്ല. കഴിഞ്ഞ ദിവസം സോഷ്യലും കൂടി പഠിപ്പിക്കുന്നത് കേട്ടു. അന്ന് ലീലയുടെ സ്വരത്തിലും അത് കേട്ട് തൻ്റെ മനസ്സിലും നിറയെ നന്ദിയായിരുന്നല്ലോ എന്ന ഓർമ്മയിൽ അയാളുടെ കണ്ണുകൾ അടഞ്ഞു. വാതിൽക്കൽ ആരോ വന്നതായി തോന്നിയപ്പോൾ അയാൾ മെല്ലെ തല ചിരിച്ചു നോക്കി. അത് പുരികത്തിന് മുകളിൽ ഒരു വലിയ മുറിവിൻ്റെ കലയുള്ള പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. എക്സ്ക്യൂസ് മീ. ഉദ്യോഗസ്ഥൻ സഹതാപത്തോടെ പറഞ്ഞു. പ്രസ് മീറ്റിങ്ങിന് ആളെത്തി. നിങ്ങൾ കൂടി? അയാളുടെ മുഖം വിളറി. അയാൾക്ക് കരച്ചിൽ വന്നു. എനിക്ക് വയ്യ, അയാൾ പറഞ്ഞു. ഉദ്യോഗസ്ഥൻ മെല്ലെ അയാൾക്കരികിലേക്ക് വന്നു. അല്ല, കുട്ടിയെ മാത്രമായി അത് ശരിയല്ല, അയാൾ സൗമ്യതയോടെ ഉപദേശിച്ചു. അവന്മാർ എന്തെങ്കിലുമൊക്കെ ചോദിക്കും, കേസിനത് ദോഷമാകും. നെഞ്ചിനുള്ളിൽ ഓടക്കുഴലൊച്ച അയാൾക്ക് കേൾക്കാമായിരുന്നു. പക്ഷേ അയാൾക്ക് മാത്രം കേൾക്കാനുള്ള ഒച്ചയെ അതിനുണ്ടായിരുന്നുള്ളൂ. നെഞ്ചിലെ നിലയ്ക്കാത്ത ആ മൂളലുമായി അയാൾ ഉദ്യോഗസ്ഥനെ അനുഗമിച്ചു. പ്രസ് മീറ്റിംഗ് സ്വീകരണമുറിയിൽ വെച്ചായിരുന്നു. തൻ്റെ വീട്ടിലെ സോഫയും ചെറിയ വട്ടക്കസേരകളുമൊക്കെ കുറേയേറെ പുരുഷന്മാർ കയ്യേറിയെന്ന് അയാൾ കണ്ടു. താടിയുള്ളവർ, കണ്ണട വെച്ചവർ, ഫുൾ കൈ ഷർട്ടിട്ട് ഇൻസർട്ട് ചെയ്തവർ, പുച്ഛം നിറഞ്ഞ കണ്ണുകളും അവജ്ഞ നിറഞ്ഞ ചിരിയുമുള്ളവർ. അവർക്ക് മുന്നിലുള്ള കസേരയിൽ കൃഷ്ണയെ ആരാണ് ഇരുത്തിയെന്ന് അയാൾക്ക് മനസ്സിലായില്ല. അയാൾ അവളെ നോക്കാൻ ശക്തിയില്ലാതെ അതിനടുത്ത കസേരയിലിരുന്നു.
കൃഷ്ണ എന്നാണ് പോയത്? ചിലമ്പിച്ച ശബ്ദമുള്ള ആരോ ചോദിക്കുകയായിരുന്നു. മന്ത്ലി ടെസ്റ്റിൻ്റെ ദിവസം. അവൾ പെറുപെറുക്കുന്നത് അയാൾ കേട്ടു. അയാൾ മെല്ലെ ഇടം കണ്ണിട്ട് നോക്കി. അവളുടെ മുഖം അയാൾക്ക് കാണാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ അവളുടെ കാലുകൾ കാണാമായിരുന്നു. അവൾ ആവശ്യത്തിലേറെ അകത്തിയാണ് വെച്ചിരിക്കുന്നതെന്ന് മനപ്രയാസത്തോടെ അയാൾ കണ്ടു. 1.5 മാസം മുമ്പ് ഒരു ദിവസം വൈകിട്ട് ബാങ്കിൽ നിന്ന് വൈകി ഇറങ്ങിയ സായാഹ്നം അയാൾക്ക് ഓർമ്മ വന്നു. പടിക്കെട്ടുകൾ കയറുമ്പോൾ അയാൾക്ക് നാരായണൻകുട്ടിയുടെ മുഴങ്ങുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. ശ്ലിഷ്യതി കാമപി ചുംബതി കാമപി കാമപി രമയതം രാമാം. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം നാരായണൻകുട്ടി വിശദീകരിക്കുകയായിരുന്നു. രാധയോട് സഖി ചേർന്ന് വർണ്ണിക്കുകയാണ്. സഖി, നിന്റെ കൃഷ്ണൻ അവിടെ ഗോപികാശാസ്ത്രത്തോടൊപ്പം രമിക്കുന്നു. ഒരുവളെ പുണരുന്നു, മറ്റൊരുവളെ ചുംബിക്കുന്നു, വേറൊരു സുന്ദരിയെ രമിപ്പിക്കുന്നു. ശരീരത്തേക്കാൾ 3-4 വയസ്സ് കുട്ടിത്തമുള്ള മനസ്സിന് അതൊക്കെ മനസ്സിലാകുമോ എന്നതായിരുന്നു അയാളെ അലട്ടിയത്. മറിച്ച് കൃഷ്ണഗാഥയ്ക്ക് പകരം അഷ്ടപതി പഠിപ്പിക്കാൻ നാരായണൻകുട്ടി മുതിർന്നതിലുള്ള അവിശ്വസനീയതയായിരുന്നു. മുറിവാതിൽക്കൽ എത്തുമ്പോൾ ആദ്യം കണ്ടത് കൃഷ്ണയുടെ വെളുത്ത കാലുകളാണ്. ഇറക്കം കുറഞ്ഞ പാവാടയ്ക്ക് താഴെ അല്പം കാണാവുന്ന വെളുത്ത തുടകൾ. നാരായണൻകുട്ടി, ഇന്ന് ഇത്രയും മതി, അയാൾ അന്ന് പറഞ്ഞു. പൊയ്ക്കോളൂ. എന്താ ഏട്ടാ? നാരായണൻകുട്ടി അമ്പരുന്നു. അല്ല, മതി, ഇന്നത്തോടെ ട്യൂഷൻ മതി. അയാൾ വിറച്ചു. ഇനി നാരായണൻകുട്ടി ഇവിടെ വരണ്ട. എന്താ അച്ഛാ? കൃഷ്ണ പരുവത്തോടെ ചോദിച്ചു. എനിക്ക് മാഷ്ട ക്ലാസ്. മാഷിനെ പഠിപ്പിക്കണം. അയാൾ കൃഷ്ണയുടെ അന്നത്തെ മുഖം ഓർത്തു. വെണ്ണ കട്ട് തിന്ന കണ്ണൻ്റെ മുഖം. ആ ഓർമ്മയിൽ തന്നെ അയാൾക്ക് യശോദയുടെ കോപവും താപവും വാത്സല്യവും മനസ്സിൽ നിറഞ്ഞു. എന്തിനാ കൃഷ്ണ പോയത്? താടി വെച്ച് അല്പം പല്ലുന്തിയ റിപ്പോർട്ടർ ചോദിക്കുകയായിരുന്നു. അത് അച്ഛൻ എന്നെ വഴക്കു പറഞ്ഞു. അപ്പോൾ ഞാൻ മാഷ്ട കൂടെ. ചോദിക്കുന്നവന് മനസ്സിലാകുമോ കണ്ണൻ്റെ നിസ്സഹായതകൾ? ലാളനയുടെ മധുരം ചേർത്ത വെണ്ണ കട്ട് തിന്ന് ശീലിച്ചുപോയ കണ്ണൻ. അമ്മ കെട്ടിയിട്ട ഉരലും വലിച്ച് നടന്നുപോയ കണ്ണൻ. പോകുന്ന പോക്കിൽ വൻവൃക്ഷങ്ങൾ മറിച്ചിട്ട കണ്ണൻ. അയാളുടെ നോട്ടം ടീപ്പോയുടെ മുകളിൽ കിടന്ന ദിനപത്രങ്ങളിലേക്കു പാറി വീണു. സ്ഥാനം പോയ MLAയും മന്ത്രിയും 1-ാം പേജിൽ എന്തൊക്കെയോ അലറി വിളിച്ചിരിക്കുന്നു. അയാൾ ശ്വാസം മുട്ടലോടെ നോട്ടം മാറ്റി. ടൗണിൽ കൃഷ്ണ എന്തു ചെയ്തു? കോങ്കണ്ണുള്ള റിപ്പോർട്ടറായിരുന്നു അത്. കൃഷ്ണ ഒന്നും പറഞ്ഞില്ല. അവൾ അല്പം പുളഞ്ഞു. പിന്നെ കാലുകൾ അല്പം കൂടി അകത്തി വെച്ചു. റിപ്പോർട്ടർമാർ ഒരു നിമിഷം നിശബ്ദരായി. ടൗണിൽ നല്ല രസം. കൃഷ്ണ കാലുകൾ ആയാസത്തോടെ അല്പം കൂടി വഴിനീളെ എന്തൊക്കെ സാധനങ്ങളാ! കണ്ടാലും തീരില്ല. എന്തൊക്കെ കണ്ടു? കറുത്ത കണ്ണട വെച്ച ആളുടെ ചോദ്യത്തിൽ പരിഹാസം പോലെ എന്തോ മുഴങ്ങി നിന്നു. ഒത്തിരി കടകൾ, സാധനങ്ങൾ, ചുരിദാർ, സ്കർട്ട്, ഷർട്ടുകൾ. എന്തുമാതിരി ഷർട്ടുകളാ! കൃഷ്ണ വീണ്ടും കാലുകൾ അകത്തി. അയാൾക്ക് തൻ്റെ ഹൃദയം ഇപ്പോൾ വലിഞ്ഞു കീറുമെന്ന് തോന്നി. ഒരു ദിവസം ലോഡ്ജിൽ ഞാൻ നിൽക്കുമ്പോൾ വെള്ള ഷർട്ടിട്ട ഒരാൾ വന്നു. ദൂരേന്ന് നോക്കിയപ്പോൾ വെള്ള ഷർട്ട്, അടുത്ത് വന്നപ്പോൾ കളം നീല ഷർട്ട്. കൃഷ്ണ പറയുകയായിരുന്നു. ചില ഷർട്ടുകൾ അങ്ങനെയാണ്. ബുദ്ധിമുരടിച്ച മകളോട് അയാൾ മനസ്സിൽ മന്ത്രിച്ചു. അടുത്തു വരുമ്പോൾ ഒരു ഡിസൈൻ. പിന്നെ 41 രാത്രികളിലെ കഥകൾ അറിയാനുള്ള ഉത്കൃഷ്ടമായ താല്പര്യം കൊണ്ടാവാം കോങ്കണ്ണുള്ള റിപ്പോർട്ടർ മുന്നോട്ട് ആഞ്ഞിരുന്നു. അയാൾക്കും ചോദ്യങ്ങളുണ്ടായിരുന്നു. നീ എന്തു ചെയ്തു എൻ്റെ കുഞ്ഞെ? ഞാൻ താളം തട്ടി ഉറക്കാനുള്ള നിന്റെ കുഞ്ഞു തുടകൾ, ഞാൻ എണ്ണ തേച്ച് കുളിപ്പിച്ച് നിന്റെ നനുത്ത ഉടൽ. ചോദിക്കാൻ പോലും ശക്തിയില്ലാതെ അയാളുടെ മനസ്സിൽ യശോദ നിന്ന് പുകഞ്ഞു, എരിഞ്ഞു. ശരി, ഷർട്ടുകൾ കണ്ടു. എന്നിട്ട്? കോങ്കണ്ണുള്ള അയാൾ വീണ്ടും ചോദിക്കുന്നു. പിന്നെ ചെട്ടികൾ, കൃഷ്ണ സ്വാഭാവികമായി പറഞ്ഞു. എന്തെല്ലാം തരം ചെട്ടികൾ! ആരൊക്കെയോ ചിരിച്ചു. ചിലർ അടുത്തിരുന്നവരോട് പെറുപെറുത്തു. അയാൾ ഒരു നിമിഷം ശ്വാസം മുട്ടാൻ കൂടി മറന്നുപോയി. ഈ വയ്യാത്ത കുട്ടിയോട് തന്നെ വേണോ ഇത്തരം ചോദ്യങ്ങൾ? പോലീസ് ഉദ്യോഗസ്ഥൻ തൻ്റെ പരുക്കം മട്ടിൽ ചോദിക്കുന്നത് അയാൾക്ക് കേൾക്കാമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അവൻ കോൺവെൻറ്റിലെ മലയാളം സാറായിരുന്നു. കുട്ടിയെ പറഞ്ഞു വിളിച്ചുകൊണ്ടുപോയി. 40 ദിവസം കൊണ്ട് 2.5 ലക്ഷം രൂപ കിട്ടിയെന്നാണ് കണക്ക്. പിടിക്കപ്പെടുമെന്നായപ്പോൾ അവൻ തൂങ്ങിച്ചത്തു. ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് വിട്ടുകൊടുത്തിട്ടുണ്ട്. ആത്മഹത്യയെന്ന് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും. അയാൾക്ക് ഹൃദയത്തിൽ ഒരു കുടുക്കു വീണതുപോലെ തോന്നി. മുറിയിൽ ഒരു നിമിഷം വീണ്ടും നിശബ്ദത പരന്നു. ഈ നാരായണൻകുട്ടിക്ക് ഇടത് കൈയിൽ 2 വിരൽ ഉണ്ടായിരുന്നില്ല അല്ലേ? പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ ഉദ്യോഗസ്ഥൻ അയാളോട് ചോദിച്ചു. അയാൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഇടത് കൈ സദാ പാൻസിൻ്റെ പോക്കറ്റിൽ മറച്ച നിലയിലെ നാരായണൻകുട്ടിയെ കണ്ടിട്ടുള്ളൂ എന്ന് പറയാൻ അയാൾക്ക് വിമുഖത തോന്നി. കൃഷ്ണ ഒന്നും മനസ്സിലാകാതെ കാലുകൾ അല്പം കൂടി അകത്തി വെച്ചു. അയാൾ രോക്ഷത്തോടെ അവളെ നോക്കി. ആത്മാഭിമാനത്തിൻ്റെ ചതഞ്ഞ പത്തികളുടെ മേൽ കുളിച്ചിട്ട പാദങ്ങൾ വീണ്ടും കുലുങ്ങിയപ്പോൾ അയാൾക്ക് സഹിക്കാൻ വയ്യാതെ ചോദിച്ചു. കാല് നേരെ വെക്ക്, നേരെ ഇരുന്നുകൂടെ നിനക്ക്? തനിക്ക് ചോദിക്കാനുള്ളത് മറ്റു ചിലതാണെന്ന് അയാൾക്കുള്ളിൽ അറിയാമായിരുന്നു. യശോദയെപ്പോലെ കണ്ണനെ വിസ്തരിക്കാനുള്ള ചോദ്യങ്ങൾ. നീ മണ്ണ് തിന്നോ? ഗോപികുമാരുടെ മൺപാത്രങ്ങൾ ഉടച്ചോ? എനിക്ക് വേദനിച്ചിട്ടല്ലേ അച്ഛാ? കൃഷ്ണ ദീനതയോടെ ചോദിച്ചു. ജുബയിട്ട അപ്പൂപ്പൻ്റെ കൂടെ പോകാതിരുന്നതിന് മാഷിനെ പൊള്ളിച്ചില്ലേ? അയാൾ നടുങ്ങിപ്പോയി. ജുബയിട്ടവരും കണ്ണടയിട്ടവരും കളം ഷർട്ട് ധരിച്ചവരുമായ എത്രയോ പേരുടെ ആത്മഹത്യകളിൽ സ്വയം തളർന്ന മകളുടെ ഉടലിൽ നോക്കാൻ അച്ഛന് ഭയം തോന്നി.
അയാൾക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഏതു കൈകൊണ്ടാണ് അവൻ നിന്നെ പൊള്ളിച്ചത്? ആണുമ്പോഴൊക്കെ എൻ്റെ വലം കൈ പിടിച്ച് നെഞ്ചോട് തീർക്കാറുണ്ടായിരുന്ന വലം കൈ കൊണ്ടോ, അതോ നമ്മളാരും കാണാതിരുന്ന ആ ഇടം കൈ കൊണ്ടോ? ചോദിച്ചാൽ കൃഷ്ണ പറഞ്ഞേക്കുമെന്ന് അയാൾക്ക് തോന്നി. അതുകൊണ്ട് അയാൾ ചോദിച്ചില്ല. കണ്ണൻ്റെ വായിലെ കാഴ്ചകൾ കാണാൻ കെൽപ്പില്ലാതെ യശോദ എപ്പോഴും എന്നതുപോലെ യാചിച്ചു. വായ്മുറുക്കുണ്ണി, ദയവ് ചെയ്ത് വായ്മുറുക്ക്.